തമ്പി പറയും ഞാനായിട്ട് എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായി പോയത്. അവൾ അമലിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം തന്നെ എൻ്റെ ആഗ്രഹം. നീ ഈ കഥകളൊക്കെ അപർണയോട് പറഞ്ഞാലും ഒരു കാലത്തും ജാനകിയുടെ കാല് പിടിക്കാൻ അപർണ പോവില്ല. അതൊരു അപമാനമായിട്ടേ അപർണ കരുതൂ. ഈ വിവരം നീ അപർണയെ അറിയിച്ച ആദ്യം നടക്കാൻ പോകുന്നത് അമലും അപർണയും തമ്മിലുള്ള ഡിവോഴ്സ് ആയിരിക്കും. ഇനി എന്ത് വേണമെന്ന് നീ ആലോചിച്ച് തീരുമാനിക്ക്. രാധാമണി ജാനകിയുടെ അമ്പലത്തിൽ പോയ കാര്യം, അവിടെ വെച്ച് വസുന്ധരയെ കണ്ടതും ജാനകി സ്വന്തം മോളല്ലേ എന്ന് ചോദിച്ച കാര്യമൊക്കെ പറയാണ്. ഇത് കേട്ടിട്ട് ജാനകി ഒന്ന് അമ്പരന്ന് ചോദിക്കും, അതെങ്ങനെ അവർക്ക് മനസ്സിലായി? രാധാമണി പറയും, അവർക്ക് അന്ന് കണ്ടപ്പം തന്നെ അങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ രാധാമണി ചോദിക്കും, ഒരമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അഭി പറയും, സത്യം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ജാനകി പറയും, ദൈവമേ അവരൊരു പാവം സ്ത്രീയാ, ഈ സത്യമൊന്നും അവരുടെ മനസ്സിൽ നിൽക്കില്ല, ഏത് നിമിഷവും അപർണ അറിയും. രാധാമണി ചോദിക്കും, ഞാൻ നിൻ്റെ അമ്മയാണെന്ന് പറയാൻ നിനക്ക് അപമാനം തോന്നുന്നുണ്ടോ? അതും ചോദിച്ച് രാധാമണി അവിടെ നിന്ന് പോവും. അഭി ജാനകിയോട് പറയും, ഈ വീട്ടിലെ അമ്മയെ ഒരു വേലക്കാരിയെ പോലെ അപർണയും അജയും മുത്തശ്ശിയൊക്കെ കാണുന്നത്. ജാനകി അപ്പോഴും ഈ സത്യങ്ങളൊക്കെ അപർണ അറിയുമെന്ന് പേടിച്ചിരിക്കുകയാണ്. അഭി പറയും, അറിഞ്ഞാലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അളകാവരിയിലല്ല, തമ്പിയുടെ വീട്ടിലാണ്. അമലെ വീട്ടിലേക്ക് വരികയാണ്. വന്നപ്പം തന്നെ ചോദിക്കും, തമ്പിയുടെ മകൾ ഇവിടെ ഉണ്ടോ അതോ തിരിച്ചു പോയോ എന്ന് ചോദിക്കും. അഭി പറയും, അവൾ തമ്പിയുടെ മകളല്ല, ഇവിടുത്തെ മരുമകളാണെന്ന് പറയും. അപർണ ഏത് നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ജാനകി രാധാമണിയുടെ മകളാണെന്നുള്ള സൂചന വസുന്ധരാമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. ഏത് നിമിഷവും അപർണ അതറിയും. ഇതൊക്കെ കേട്ടിട്ട് അമല പറയും, എനിക്ക് സന്തോഷമായി, ഇനി അവൾ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കില്ല. അഭി പറയും, നീ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോരുതെന്ന് പറയും. അമല പറയും, ഞാനിനി എങ്ങോട്ട് പോകാൻ, കളി രസം പിടിച്ച് തുടങ്ങിയില്ലേ, ഞാനിവിടെ തന്നെ കാണും. ഇന്ദ്രജ നകുലനെ ഫോൺ വിളിച്ചതിന് ശേഷം പറയാണ്, നകുലൻ്റെ മനസ്സിൽ നിന്നും ജാനകിയെ പടിയിറക്കി. അവളൊന്നുമല്ലെന്ന് നകുലന് മനസ്സിലായി. പക്ഷേ എനിക്ക് അഭിയെ മറക്കാൻ കഴിയുമോ? ഇന്ദ്രജ ഇതുവരെ ഇവിടെ നിന്നത് നകുലന് വേണ്ടിയല്ല. ഇന്ദ്രജ അഭിയെ ഫോൺ വിളിച്ചിട്ട് ഒന്ന് കാണാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അഭി അത് നിഷേധിക്കും. അഭിയും ജാനകിയൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അമലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അപർണ അങ്ങോട്ട് കഴിക്കാൻ വരും. രാധാമണി അപർണയ്ക്ക് ചപ്പാത്തി എടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അപർണ ചൂടാവും. കൈകൊണ്ട് എടുത്തിട്ടതിനെ പറ്റി പറയുമ്പോൾ ജാനകി പറയും, ചപ്പാത്തി സ്പൂൺ കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ. അപർണ പറയും, എനിക്ക് ആവശ്യമുള്ളത് ഞാനെടുത്തിട്ട് കഴിച്ചോളാം, എല്ലാവർക്കും ഇത് ഇഷ്ടമാവണമെന്നില്ല. ജാനകി പറയും, ചപ്പാത്തി കൈകൊണ്ട് പരത്തി ഉണ്ടാക്കുന്നതാണ്, ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രം അതിന് മഹത്വമൊന്നും ഉണ്ടാവില്ല. അപർണ പറയും, എൻ്റെ മുന്നിൽ വെച്ചിട്ട് വൃത്തികേട് കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപർണ രാധാമണിയോട് ചൂടാവാൻ തുടങ്ങുമ്പോൾ ജാനകി കയറി ഇടപെടും. അഭി തടയാൻ നോക്കുമ്പോൾ ജാനകി പറയും, എന്തിനാ അഭിയേട്ടാ ഇവളുടെ മുന്നിലൊക്കെ തല കുനിച്ചു കൊടുക്കുന്നത്, കഴുത്തിൽ താലി കെട്ടിയവന് പോലും ഇവളെ വേണ്ട. അപർണ പറയും, നീ ആദ്യം ഡിവോഴ്സ് നടത്ത്, അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണുന്നു പറയും. അപർണ പോയി കഴിയുമ്പോൾ ജാനകി പറയും, വസുന്ധരാമ എന്താ പറയാത്തതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറയും. അവളുടെ ഭാവിയെ കരുതി ചിലപ്പോൾ തമ്പി വിലക്കി കാണുമെന്ന് പറയും. വസുന്ധരാമ ആഗ്രഹിക്കുന്നൊന്നും അത് തന്നെ ആവില്ലേ. എന്ത് വൃത്തികേട് ചെയ്താലും രക്ഷപ്പെടാൻ തമ്പിക്ക് ഭാഗ്യമുണ്ട്. കോടതി വെച്ച് അമ്മ അയാളെ സഹായിച്ചു, ഇപ്പോൾ ഭാര്യയും.